കേരളം സമൃദ്ധമായ ജലസ്രോതസ്സുകളും സുസ്ഥിര കൃഷിയുമുള്ള ഒരു സംസ്ഥാനമായി ലോകത്തിനു മുന്നിൽ അറിയപ്പെടുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിശേഷമുള്ള നമ്മുടെ നാട് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ ഡെവിൾ ഓൺ കൺട്രിയായി മാറുന്നുവെന്ന വിരോധാഭാസവും നിലവിലുണ്ട്. താമരശ്ശേരി ഫ്രഷ് കട്ട് സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ മാലിന്യ സംസ്കരണ പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ ഇത് കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ പരിസ്ഥിതി രംഗങ്ങൾ തമ്മിലുള്ള ഗാഢബന്ധം വെളിവാക്കുന്ന ഒരു വിഷയമാണെന്ന് കാണാനാകും. നമസ്കാരം, ഞാൻ മുഹമ്മദ് കുട്ടി. എല്ലാ പ്രേക്ഷകർക്കും ഇൻസൈറ്റിലേക്ക് സ്വാഗതം. കാണുന്നതെല്ലാം സത്യമാകണമെന്നില്ല, കേൾക്കുന്നതെല്ലാം സത്യമാകണമെന്നില്ല, ചെയ്യുന്നതെല്ലാം സത്യമാകണമെന്നില്ല, പറയുന്നതെല്ലാം സത്യമാകണമെന്നില്ല. സത്യം ഒന്നു മാത്രം. ഇൻസൈറ്റ്, ദ ട്രൂ അനാലിസിസ്. പത്ത് വർഷങ്ങൾക്ക് മുമ്പ് സംസ്ഥാന സർക്കാർ KSIDC മുഖേന എല്ലാ പഞ്ചായത്തുകളിലും മാലിന്യ സംസ്കരണ പദ്ധതികൾക്ക് വേണ്ടി പ്രോജക്റ്റ് ആവിഷ്കരിച്ചിരുന്നു. അതിനായി 25 ലക്ഷം രൂപ വരെ പഞ്ചായത്തുകൾക്ക് ലോൺ നൽകുന്നതിനും തീരുമാനമുണ്ടായിരുന്നു. എന്നാൽ കേരളത്തിലെ ഒരു പഞ്ചായത്തും ഈ പദ്ധതി ഏറ്റെടുത്ത് പൂർത്തീകരിക്കാൻ തയ്യാറായില്ല. അറവുശാലകൾ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ പ്രൊജക്റ്റുകൾ ആവിഷ്കരിച്ചത്. ഈ പ്രൊജക്റ്റുകൾക്ക് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ പ്രധാന ഭാഗമായിരുന്നു. അതിലൂടെ മാലിന്യം സംസ്കരിക്കാനും വെള്ളം ശുദ്ധീകരിക്കാനും കൂടാതെ വേസ്റ്റിൽ നിന്ന് വളമുണ്ടാക്കാനും ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനുമുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഈ പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുവാൻ ഒരു പഞ്ചായത്തും മുന്നോട്ട് വന്നില്ല. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന മിക്ക അറവുശാലകളും മാലിന്യം ചാക്കുകളിലാക്കി ജലസ്രോതസ്സുകളിലും പൊതുനിരത്തുകളിലും നിക്ഷേപിക്കുന്നത് പതിവാക്കിയിരുന്നു. നഗരങ്ങളിലെയും ചെറിയ ടൗണുകളിൽ പ്രവർത്തിക്കുന്ന ചിക്കൻ സ്റ്റാളുകളുടെ മാലിന്യം ഇതുപോലെ കേരളത്തിലുടനീളം റോഡിൻ്റെ വശങ്ങളിൽ പൊന്തക്കാടുകളിൽ തള്ളുകയായിരുന്നു പതിവ്. ഇത് ചെറിയ കാനകളിലൂടെയും തോടുകളിലൂടെയും ഒഴുകി കുടിവെള്ള സ്രോതസ്സുകളുടെ പുഴകളിലാണ് എത്തിയിരുന്നത്. ഇതോടെ മാലിന്യ ശേഖരങ്ങൾ കേന്ദ്രീകരിച്ച് തെരുവ് നായ്ക്കളുടെ ശല്യവും രൂക്ഷമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്കാണ് അറവ് മാലിന്യങ്ങൾ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ച് സംസ്കരിക്കുന്ന ചെറിയ റെൻഡറിംഗ് യൂണിറ്റുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിതമായി. ഇതോടെ വഴിവെക്കിലും തോട്ടിലും തള്ളിയിരുന്ന മാലിന്യങ്ങളെല്ലാം ഒരു പരിധിവരെ റെൻഡറിംഗ് യൂണിറ്റുകളിലേക്ക് എത്താൻ തുടങ്ങി. എന്നാൽ ആദ്യകാലങ്ങളിൽ സ്ഥാപിതമായ ഇത്തരം റെൻഡറിംഗ് യൂണിറ്റുകളിൽ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് സംവിധാനം പൂർണ്ണതോതിൽ സ്ഥാപിക്കപ്പെട്ടിരുന്നില്ല. ഇതോടെ ഇത്തരം കേന്ദ്രങ്ങൾ പൊതുജനാരോഗ്യത്തിന് ഹാനികരമാകുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. മാത്രമല്ല, ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ട് പോലുള്ള യൂണിറ്റുകളിൽ അവിടെ സംസ്കരണ ശേഷിയേക്കാൾ 10 മടങ്ങ് മാലിന്യമാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കോഴിക്കോട്, വയനാട് ജില്ലകളിലെ ഇത്തരത്തിലുള്ള മുഴുവൻ മാലിന്യങ്ങളും കട്ടിപ്പാറയിലേക്കാണ് എത്തിയിരുന്നത്. വീടുകളിലെ മാലിന്യങ്ങൾ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുമെന്ന നയം സർക്കാരുകൾ നടപ്പിലാക്കുന്നതിൽ ഭാഗികമായിട്ടെങ്കിലും വിജയിച്ചിരുന്നു. എന്നാൽ വ്യവസായ തലത്തിലേക്ക് ഇക്കാര്യങ്ങൾ എത്തിയപ്പോൾ എല്ലാം തകിടം മറിയുന്ന അവസ്ഥയാണ് നാം കാണുന്നത്. എന്നാൽ സംഭരണ സംസ്കരണ ശേഷി കൂടുതലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈക്കോ ഫ്രണ്ട്ലിയായ റെൻഡറിംഗ് യൂണിറ്റുകൾ ഇന്ന് ലഭ്യമാണ്. ഇത്തരം യൂണിറ്റുകൾ കേരളത്തിൽ പുതുതായി ആരംഭിക്കുന്ന പ്രാഥമിക നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യൂണിറ്റുകളിൽ പുതിയ സംവിധാനങ്ങൾ ഒരുക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ കട്ടിപ്പാറയിൽ ഉണ്ടായതുപോലുള്ള നാട്ടുകാരുടെ എതിർപ്പുകൾക്കോ സംഘർഷങ്ങൾക്കോ സാധ്യതയില്ലാതാകും. അത്തരം യൂണിറ്റുകൾ ഓരോ ജില്ലകളിലും കപ്പാസിറ്റി അനുസരിച്ച് കൂടുതൽ സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകും. മലിനമായ കുടിവെള്ള സ്രോതസ്സുകളാണ് ഭൂരിഭാഗം രോഗങ്ങളുടെയും മൂലകാരണം. കേരളത്തിലെ ഓരോ പ്രദേശത്തും നഗരവൽക്കരണം അതിവേഗത്തിലാണ്. മുൻകാലങ്ങളിൽ മിക്ക വീടുകളിലും കോഴിയടക്കമുള്ള വളർത്തുപക്ഷികളും പശു അടക്കമുള്ള വളർത്തുമൃഗങ്ങളും സർവ്വസാധാരണമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇവയെ ഭക്ഷ്യവിഭവമാക്കിയ ശേഷം വരുന്ന മാലിന്യങ്ങൾ സ്വന്തം പുരയിടത്തിൽ തന്നെ കുഴിച്ചു മൂടിയിരുന്നു. ജനസംഖ്യാ വർധവിന് അനുസൃതമായി ഭൂമിയുടെ ലഭ്യത കുറയുകയും ഇതോടെ വീടുകൾ 3-4 സെൻറ്റുകളിലേക്ക് ഒതുങ്ങുകയും ചെയ്തു. അതോടെ മാലിന്യ നിക്ഷേപം പൊതു ഇടങ്ങളിലേക്ക് വലിച്ചെറിയുന്ന സംസ്കാരം
മലയാളികളുടെ ജീവിതചര്യയായി മാറി. നഗരവൽക്കരണത്തിൻ്റെ വികാസമനുസരിച്ച് ഓരോ പ്രദേശത്തും മാലിന്യ സംസ്കരണമടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് പ്രാദേശിക ഭരണകൂടമാണ്. എന്നാൽ ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കുന്നതിലെ വീഴ്ചയാണ് നാം ഇന്ന് അനുഭവിക്കുന്ന മലിനീകരണ പ്രശ്നങ്ങളുടെ കാതൽ. മനുഷ്യനും വന്യജീവികളുമായുള്ള പ്രശ്നം പോലെ തന്നെ ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത് വ്യവസായ സംരംഭങ്ങളും പ്രദേശവാസികളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളാണ്. വ്യവസായ സൗഹൃദ സംസ്ഥാനമെന്ന് കൊട്ടിഘോഷിക്കുന്ന കേരളത്തിൽ ഇത്തരം സംഘർഷങ്ങൾ കൊണ്ടെത്തിക്കുന്നത് വ്യവസായികളുടെ നാടുകടത്തിലേക്കാണ്. അതുപോലെ തന്നെ അഭ്യസ്തവിദ്യരായ യുവ സമൂഹത്തിൻ്റെ നാടുവിടൽ സംസ്കാരത്തിന് തടയിട്ടുകൊണ്ട് സ്വന്തം നാട്ടിൽ പിടിച്ചു നിർത്താൻ ഇവിടെ തൊഴിലവസരങ്ങൾ ആവശ്യമാണ്. എന്നാൽ വ്യവസായ സംരംഭങ്ങളുടെ നാട് കടത്തൽ വഴി സംഭവിക്കുന്നത് കൂടുതൽ യുവാക്കൾ അഭ്യസ്തവിദ്യരായി തൊഴിൽ നേടുന്നതിനായി വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുകയാണ്. താമരശ്ശേരി മാലിന്യ സംസ്കരണ പദ്ധതിയുടെ പ്രവർത്തനം സങ്കീർണമായതോടെ ഇലക്ഷൻ ഗെയിമിൻ്റെ ഭാഗമായി ഉപയോഗിക്കപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ. വിവിധ പാർട്ടികൾ വോട്ട് നേടാനുള്ള സമരമാർഗമായി കണ്ടതാണ് ഇപ്പോഴത്തെ സംഘർഷങ്ങളുടെ കാരണമെന്ന് പ്രശ്നങ്ങളെ നിരീക്ഷിക്കുന്ന ആർക്കും മനസ്സിലാകും. പൊതുപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം രാഷ്ട്രീയക്കാർ പോളറൈസേഷൻ ഉണ്ടാക്കി പ്ലാനിംഗ് ഇല്ലാതെ റെസിഡൻഷ്യൽ കമേഴ്ഷ്യൽ ഏരിയകളിൽ വ്യാവസായിക പദ്ധതികൾ നടപ്പിലാക്കിയതാണ് പ്രധാന പ്രശ്നം. സോണിംഗ് പ്രക്രിയ നടപ്പിലാക്കാത്തത് കാരണം ജനവാസ മേഖലയിലടക്കം ഇൻഡസ്ട്രികൾ പ്രവർത്തിക്കാൻ തുടങ്ങി. പല നിയമാനുസൃത അനുമതികളും ലഭിക്കാതെ ആവശ്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വന്നതോടെ പ്രദേശവാസികൾ വ്യവസായങ്ങളുടെ ശത്രുക്കളായി മാറിയ സാഹചര്യമാണ് നിലവിലുള്ളത്. ശാശ്വതമായി ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെങ്കിൽ ഔട്ട്സോഴ്സിംഗ് ഇല്ലാതെ പ്രാദേശിക തലത്തിൽ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ സ്ഥാപിക്കപ്പെടണം. സോണിംഗ് പ്രക്രിയ നടപ്പിലാക്കി കൃഷി, റെസിഡൻഷ്യൽ, കമേഴ്സ്യൽ, ഇൻഡസ്ട്രിയൽ ഏരിയകൾ തിരിച്ച് ചിട്ടപ്പെടുത്തിയ ശേഷം മാത്രമേ ഇൻഡസ്ട്രിയൽ പ്രൊജക്റ്റുകൾക്ക് അനുമതി നൽകാവൂ. പഞ്ചായത്ത്, മുനിസിപ്പൽ തലങ്ങളിൽ മോണിറ്ററിംഗ് സിസ്റ്റം കുറ്റമറ്റ രീതിയിൽ സജ്ജമാക്കണം. പഴയ പ്രോജക്റ്റുകളിൽ പുതിയ ട്രീറ്റ്മെൻറ്റ് യൂണിറ്റുകൾ ചേർക്കുകയും പഴയ പദ്ധതികളിൽ നിന്നുള്ള മാലിന്യ ശുദ്ധീകരണം ഉറപ്പാക്കുകയും ചെയ്യണം. ഈ പ്രക്രിയയിലുടനീളം പരിസ്ഥിതി പ്രവർത്തകരും പ്രദേശവാസികളും ഇൻഡസ്ട്രിയൽ പ്രതിനിധികളും പങ്കാളികളാക്കണം. ഈ കാര്യങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയാൽ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ തടയാനാകും. എങ്കിൽ മാത്രമേ കേരളത്തെ സൗഹൃദ നിക്ഷേപ സംസ്ഥാനമായി മാറ്റാൻ കഴിയൂ. അതല്ലെങ്കിൽ നിയമനിർമ്മാണങ്ങളിലൂടെ നേടിയെടുത്ത കേരള നമ്പർ 1 എന്ന പ്രയോഗം പ്രഹസനമായി മാറുന്നതിന് കാരണമാകും. കഴിഞ്ഞ ദിവസം സംഭവിച്ച താമരശ്ശേരി ഫ്രഷ് കട്ട് സംഘർഷം ഓരോ മലയാളിക്കും പാഠമാകേണ്ടതാണ്. മാലിന്യ പ്രശ്നത്തിൽ പ്രാദേശിക സമൂഹത്തിൻ്റെ വേവലാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കേണ്ടത് തന്നെയെങ്കിലും കട്ടിപ്പാറയിൽ അരങ്ങേറിയ അക്രമത്തിന് ന്യായീകരണമില്ല. പ്ലാന്റിൻ്റെ പ്രവർത്തനത്തിൽ അപാകതകളുണ്ടോ എന്നത് സംബന്ധിച്ച് സമരസമിതി പ്രതിനിധികൾ കൂടി ഉൾപ്പെട്ട സ്വതന്ത്ര പരിശോധനയ്ക്ക് സർക്കാരും തദ്ദേശാധികാരികളും മുൻകൈയെടുക്കുന്നത് നന്നായിരിക്കും. അന്വേഷണത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ കമ്പനി അധികൃതരും സമരസമിതി പ്രവർത്തനം തമ്മിൽ തദ്ദേശ ഭരണകൂടത്തിൻ്റെ മധ്യസ്ഥയിൽ ചർച്ച നടത്തുകയും ഭാവിയിലേക്കുള്ള നീക്കം ആസൂത്രണം ചെയ്യുകയുമാണ് വേണ്ടത്. അവസാനമായി 2 കാര്യങ്ങൾ തർക്കമില്ലാതെ പറയാൻ സാധിക്കും. ഒന്ന്, സമരസമിതിക്കും നാട്ടുകാർക്കും ഇനി വേണ്ടത് പൊള്ളയായ വാഗ്ദാനങ്ങളോ കള്ളം ചാലിച്ച ഉറപ്പുകളോ അല്ല. 2, അക്രമം ഒരു പ്രശ്നത്തിനും പരിഹാരവുമല്ല. ഈ വിഷയവുമായി സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.